ഈ നിപ്പ കൊറോണ ഇങ്ങനത്തെ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല മാത്രമല്ല, ഞാൻ മറ്റുള്ള മേഖലയും കൂടി പറയാം. വാടക കൊടുക്കാൻ പറ്റാണ്ട്, പാർട്ടിക്കാർക്ക് സാധനം വാങ്ങിയ പൈസ കൊടുക്കാൻ പറ്റാണ്ട്, എഗ്രിമെൻ്റ് എഴുതിയ ഭൂമികൾ രജിസ്റ്റർ ആക്കാണ്ട്, ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാണ്ട്, ബാങ്കിൽ ലോൺ അടക്കാണ്ട് ബുദ്ധിമുട്ടിയ ആൾക്കാർ ഒരുപാട്. ഒരു സ്വപ്നം കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് കിടന്ന്. ദുബായിലാണെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തേക്ക് ഒരു കാലഘട്ടം വന്നപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത്. നല്ല നല്ല ക്ലയൻസിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കടങ്ങൾ വാങ്ങിയ പൈസ അവരെ കൂട്ടി പാർട്ട്ണർഷിപ്പിൽ ചെയ്ത സംഗതികൾ. എനിക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടും. ആ സമയത്ത് നമ്മൾ ഓവർലോഡ് എടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ അന്നത്തെ വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരൊക്കെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട് ഓരോരോ ഡീൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബന്ധങ്ങളായിട്ടും. തീർച്ചയായിട്ടും അത് എനിക്കെന്നല്ല, അന്നത്തെ കുറേ ആൾക്കാർക്ക്. അതിലൊരു 10-20% ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ, മറ്റു പല കച്ചവടങ്ങളും ചെയ്തിട്ട്. 80% ആൾക്കാർക്കും നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്.